കോട്ടയം തിരുവാതുക്കലിൽ കൊലചെയ്യപ്പെട്ട വിജയകുമാർ മീര ദമ്പതികളുടെ മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലക്കേറ്റ ക്ഷതത്തെ തുടർന്ന് രക്തസ്രാവമുണ്ടായി. വിജയകുമാറിന്റെ നെഞ്ചിലും ക്ഷതമേറ്റതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് രാവിലെയാണ് ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം തിരുവാതുക്കൽ സ്വദേശിയായിട്ടുള്ള വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മീര എന്നിവരുടെ മരണത്തിനിടയാക്കിയ കാരണം തലക്കേറ്റ ക്ഷതമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത്. തലക്കേറ്റ ക്ഷതത്തെ തുടർന്ന് രക്തസ്രാവവും ഉണ്ടായി. ഇത് മരണത്തിന് ഇടയാക്കി. വിജയകുമാറിൻ്റെ വയറിലും മാരകമായ ക്ഷതമേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI സംഘവും ഈ തിരുവാതുക്കലിലെത്തി തെളിവുകൾ ശേഖരിച്ചു. കൊച്ചിയിൽ നിന്നുമുള്ള 5 അംഗ സംഘമാണ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായി തിരുവാതുക്കൽ എത്തിയത്. മുൻപ് 2017 ജൂൺ മാസം 2-ാം തീയതി വിജയകുമാറിൻ്റെ മകൻ ഗൗതം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട റെയിൽവേ ട്രാക്കിൽ കണ്ടിരുന്നു. ഇത് വിജയകുമാറിൻ്റെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസ് CBI ഏറ്റെടുക്കുകയായിരുന്നു. ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി CBI FIR ഇട്ട് അന്വേഷണം നടക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിനിടയിലാണ് പരാതിക്കാരായിട്ടുള്ള 2 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇതിന് കാരണമായത് എന്താണ് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് CBI ഇന്ന് എത്തിയത്. അതേസമയം പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കേരള പോലീസും ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻപ് വീട്ടിൽ ജോലി നോക്കിയിരുന്ന ആസ സ്വദേശിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇയാളെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് വ്യക്തമാക്കിയത്. വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ 2 വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ FIR രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ, വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ഫിംഗർ പ്രിൻ്റ് പരിശോധന, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടിക്കും. പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം. ഇല്ല, കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെയും പറയാറായിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ പിടിക്കും. വൃദ്ധ ദമ്പതികളുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവർക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, ഒരു മകനും ഒരു മകളും. മകൻ നേരത്തെ മരണപ്പെട്ടിരുന്നു. പിന്നീട് മകൾ മാത്രമാണ്. മകളുടെ വിവാഹം 2 മാസം മുമ്പാണ് കഴിഞ്ഞത്. മകൾ ഇപ്പോൾ വിദേശത്താണ്. വിദേശത്തുള്ള മകൾ നാട്ടിലെത്തിയതിനു ശേഷമാവും സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ അന്തിമ ധാരണയുണ്ടാവുക. എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ ഇരട്ട കൊലപാതകം നാടിനെ ഞടുക്കിയ ഒരു സംഭവമായി മാറിയിട്ടുമുണ്ട്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.